സൈബർ ഇടത്തെ സംഘി ഫെമിനിസ്റ്റ് കേൾക്കുമ്പോൾ ഒരു ഗുമ്മെല്ലാം തോന്നുന്നില്ലേ? സൈബർ ലോകം കീഴടക്കിയ പുതിയ വാക്കാണിത്. ഈ വാക്കിൻ്റെ കഥ പറയണമെങ്കിൽ മോഹൻലാൽ മുതൽ രേവതി വരെയുള്ളവരുടെ കഥകൾ പറയേണ്ടി വരും. എല്ലാത്തിൻ്റെയും ആധാരം അത് ഇന്നലെ നടന്ന പ്രാണപ്രതിഷ്ഠാ ചടങ്ങാണ്. കേരളത്തിലെ പല നടീനടന്മാരും പല താരങ്ങളും അവരവരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിക്കൊണ്ട് രംഗത്തെത്തിയിരുന്നു. വലിയ തോതിലുള്ള ചർച്ചകൾ പോലുമായി എന്നുള്ളതാണ് വാസ്തവം. എന്നാൽ കേരളത്തിലെ തന്നെ ചില ആളുകൾ, അതായത് പ്രാണപ്രതിഷ്ഠാ ചടങ്ങിനോട് വിയോജിപ്പുള്ള ആളുകൾ തങ്ങളുടെ നിലപാട് വ്യക്തമാക്കിയത് ഇന്ത്യൻ ഭരണഘടനയുടെ പ്രയാമ്പിൾ വെച്ചുകൊണ്ടായിരുന്നു. ഇന്ത്യൻ ഭരണഘടനയുടെ ചില ഭാഗങ്ങൾ മാത്രം പോസ്റ്റ് ചെയ്തുകൊണ്ടാണ് അവർ തങ്ങളുടെ പ്രതികരണം അറിയിച്ചത്. എന്നാൽ ഈ പ്രതികരണം അങ്ങ് വൈറൽ വരെ റിപ്പോർട്ടായി വന്നു എന്നുള്ളതാണ് വാർത്ത. എന്നാൽ മറ്റൊരു കാര്യം, ഇതിനോട് അനുകൂലിച്ചുകൊണ്ട് ഒരുപാട് പേർ രംഗത്തെത്തിയിരുന്നു. കേരളത്തെ മാറ്റി നിർത്തിയാൽ അങ്ങ് ഉത്തരേന്ത്യയിലാണെങ്കിൽ കങ്കണ റണാവത്ത് കൂളിംഗ് ഗ്ലാസ് വെച്ച് വരെ, അതായത് പട്ടുസാരി എടുത്ത് കൂളിംഗ് ഗ്ലാസ് വെച്ച് വരെ അടിച്ചു വരുന്ന ചിത്രങ്ങൾ പോലും സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ വൈറലാണ്. ഇതേ ഒരു പാറ്റേണിലേക്കാണ് മലയാളികളുടെ എക്കാലത്തെയും പ്രിയ നടിയായിട്ടുള്ള രേവതി എത്തിയത്. രേവതി എത്തിയതല്ലായിരുന്നു പ്രശ്നം. രേവതി ഇതുവരെ സ്വീകരിച്ചിരുന്ന നിലപാടുകളും ഇപ്പോഴത്തെ നിലപാടും തമ്മിലാണ് ഒരു ചേർച്ചക്കുറവ് ഒരു പക്ഷേ രേവതിക്കുണ്ടോ എന്ന് വ്യക്തമല്ല. പക്ഷേ സൈബർ ഇടങ്ങളിൽ അത് വലിയ ചർച്ച തന്നെയാണ്. അതായത് അമ്മ സംഘടനയിലാണെങ്കിലും അല്ലെങ്കിൽ സ്ത്രീകൾക്ക് എതിരെ നടക്കുന്ന എല്ലാ ആക്രമണങ്ങളിലും പ്രത്യേകിച്ചും പുരോഗമന ആശയങ്ങൾ പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്ന് ശ്രദ്ധ നേടിയ ആളാണ് രേവതി. ഇതേ പുരോഗമന ചിന്താഗതിക്കാരിയാണ് ഇപ്പോൾ ശ്രീരാമ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിനെ അനുകൂലിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നത്. അനുകൂലിച്ചു എന്നത് മാത്രമല്ല ഇവിടുത്തെ പ്രശ്നം, അവർ പങ്കുവച്ചിട്ടുള്ള ചില വാക്കുകളാണ്. ചില വാക്കുകളെല്ലാം കണ്ടു കഴിഞ്ഞാൽ ഇന്ത്യ രാജ്യത്ത് ഹിന്ദു എന്നുള്ള ആശയം സംഘപരിവാർ കെട്ടിപ്പടുക്കാൻ ഉദ്ദേശിക്കുന്നതിൻ്റെ കൂടെ, സംഘപരിവാർ എന്ന് പറയുമ്പോൾ BJP ആണെങ്കിലും കേന്ദ്ര സർക്കാരാണെങ്കിലും കെട്ടിപ്പടുക്കുന്നതിൻ്റെ കൂടെ തന്നെ മറ്റുള്ള എല്ലാ ന്യൂനപക്ഷങ്ങളുടെയും ആശയങ്ങൾ ഉൾക്കൊള്ളാൻ ശ്രമിക്കുന്നുണ്ട്. അതെല്ലാം ഉൾക്കൊള്ളുന്നു എന്നാണ് അവർ പറഞ്ഞു വെക്കുന്നത്. ചോദ്യം വരുന്നത് ഇങ്ങനെയാണ്, അവർ പത്രമൊന്നും വായിക്കാറില്ലേ എന്നുള്ളതാണ്. അതായത് കേരളത്തിലെ പ്രശ്നങ്ങൾ മാത്രമേ അവർ കാണാറുള്ളൂ, കേരളത്തിലെ നടിമാരുടെ പ്രശ്നങ്ങളിൽ മാത്രമേ ഇടപെടാൻ വരാറുള്ളൂ, മറ്റു കാര്യങ്ങളൊന്നും ഇവർക്ക് അറിയില്ലേ എന്നുള്ള തലത്തിലുള്ള രേവതിയെ കുറിക്കുന്ന ഒരുപാട് ചോദ്യങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. എന്തായാലും രേവതിയുടെ പോസ്റ്റ് വായിക്കാം. മറക്കാനാവാത്ത ഒരു ദിവസം. രാംലല്ലയുടെ വശീകരിക്കുന്ന മുഖം കാണുമ്പോൾ തോന്നുന്ന ഈ ഭാഗം എൻ്റെ ഉള്ളിലുണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു. എൻ്റെ ഉള്ളിൽ എന്തോ ഇളകി മറിഞ്ഞു. അത്യധികം സന്തോഷവും തോന്നി. ഹിന്ദുവായി ജനിച്ചതിനാൽ നാം നമ്മുടെ വിശ്വാസങ്ങൾ നമ്മിൽ തന്നെ സൂക്ഷിക്കുകയാണ്. മറ്റ് വിശ്വാസങ്ങളെ വ്രണപ്പെടുത്താതിരിക്കാൻ നമ്മൾ ശ്രമിക്കുന്നുമുണ്ട്, അത് അടിവരയിടാൻ ശ്രമിക്കുന്നുമുണ്ട്. മതേതര ഇന്ത്യയാണ് നമുക്ക് ശക്തിയായി തോന്നുന്നതും നമ്മുടെ വിശ്വാസങ്ങളെ, പ്രത്യേകിച്ച് മതവിശ്വാസങ്ങളെ വ്യക്തിപരമാക്കുന്നതും എന്നത് വിചിത്രമാണ്. എല്ലാവരും ഇങ്ങനെ തന്നെ വേണം. ശ്രീരാമൻ്റെ ഗൃഹപ്രവേശം പലർക്കും കാര്യങ്ങളെ മാറ്റിമറിച്ചു. ഞങ്ങൾ അത് ഉറക്കെ പറഞ്ഞു. ഒരുപക്ഷെ ഞങ്ങൾ വിശ്വാസികളാണ്. ജയ് ശ്രീറാം. രേവതിയുടെ ഈ വാക്കുകളാണ് ഇപ്പോൾ ചർച്ച. പുരോഗമനം എന്ന് പറയുമ്പോഴും ഉള്ളിലുറങ്ങിക്കിടന്ന കൊടിയ വിഷം ഇപ്പോഴാണ് പുറത്തു ചാടിയത് എന്നാണ് ആക്രമകാരികൾ ഇപ്പോൾ പറയുന്നത്. എന്തായാലും വലിയ തോതിലുള്ള വിദ്വേഷം അവിടെ നടക്കുമ്പോഴാണ് അക്ഷയപാത്രം വാങ്ങി ചിരിച്ചുകൊണ്ട് ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്ത മോഹൻലാൽ പോലും ഇപ്പോൾ എയറിലായത്. വലിയ പ്രതീക്ഷയായിരുന്നു കേരളത്തിലെ അടക്കം BJP ആണെങ്കിലും സംഘപരിവാർ ആണെങ്കിലും RSSകാർക്കാണെങ്കിലും എല്ലാവർക്കും വലിയ പ്രതീക്ഷ തന്നെയായിരുന്നു മോഹൻലാലിനെ കുറിച്ച്. അക്ഷയപാത്രമെല്ലാം വാങ്ങിയ സ്ഥിതിക്ക് എന്തു തന്നെയാണെങ്കിലും പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ മോഹൻലാൽ പങ്കെടുക്കുമെന്ന് അവർ പ്രതീക്ഷിച്ചതാണ്. പക്ഷേ എല്ലാവരുടെയും പ്രതീക്ഷയെ ധിക്കരിച്ചുകൊണ്ടാണ്, അഥവാ തെറ്റിച്ചുകൊണ്ടാണ് മോഹൻലാൽ ആ പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കാതിരുന്നത്. അതുകൊണ്ട് തന്നെ കരുതി കൂട്ടിവെച്ചിരുന്ന എല്ലാ വാക്കുകളും അപ്രസക്തവുമായി. അതുകൊണ്ട് തന്നെ മോഹൻലാലിനെതിരെയാണ് ഇപ്പോൾ വിദ്വേഷ പ്രചരണം എന്നുള്ള വാക്ക് തന്നെ ഉപയോഗിക്കണം എന്നുള്ളതാണ് ഇപ്പോഴത്തെ കാര്യം. പക്ഷേ സൈബറിടത്തേത് ട്രോൾ എന്നാണ് അറിയപ്പെടുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ അത് വിദ്വേഷ പ്രചരണമാണ്. മോഹൻലാലിനെ സംബന്ധിച്ചിടത്തോളം ഇനി ഇറങ്ങാനിരിക്കുന്നത് മലൈക്കോട്ടെ വാലിബൻ എന്ന പുതിയ ചിത്രമാണ്. ആ ചിത്രത്തിന് എതിരെയാണ് സംഘപരിവാറിന്റെ ആക്രമണം വരുന്നത്. ഒന്നും ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ അങ്ങ് പ്രാഗിക്കൊല്ല എന്നുള്ള നടപടിയാണ് ഇപ്പോൾ സംഘപരിവാർ സ്വീകരിച്ചിരിക്കുന്നത്. ചിത്രം വിജയിക്കാൻ പോണില്ല എന്നുള്ള ഗംഭീരമായിട്ടുള്ളൊരു ആക്രോശമോ പ്രാഗലോ സംഘപരിവാറിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതും വാസ്തവമാണ്. ഇത്തരം വാക്കുകൾ തന്നെയാണ് സംഘപരിവാറിന്റെ ഭാഗത്ത് നിന്നും സോഷ്യൽ മീഡിയയിലെല്ലാം തന്നെ പ്രചരിക്കുന്നത്. എന്നാൽ അതേസമയം തന്നെ ജയ് ശ്രീറാം വിളിച്ചുകൊണ്ട് മുന്നോട്ട് വന്ന ഉണ്ണി മുകുന്ദന് വമ്പൻ സ്വീകരണവുമാണ് സൈബറിടങ്ങളിൽ. മാത്രമല്ല, രഞ്ജിത്ത് ശങ്കർ സംവിധാനം ചെയ്യുന്ന ഉണ്ണിമുകുന്ദന്റെ ഇനി വരാനിരിക്കുന്ന പടം ജയ് ഗണേഷ് എന്ന പടത്തിന് വലിയ ആശംസകളും നേരുന്നുണ്ട്. അതായത് തങ്ങൾക്ക് അനുകൂലമായി സംസാരിക്കുന്നവരെ ചേർത്ത് പിടിക്കുകയും പ്രതികൂലമായി സംസാരിക്കുന്നവരെ അങ്ങ് തള്ളി ഇല്ലാതാക്കുകയും ചെയ്യുന്ന ഒരു പ്രവണതയാണ് പൊതുവെ സൈബറിടങ്ങളിൽ ഉള്ളത്. പക്ഷേ ഇതല്പം കൂടിപ്പോയി. ഇതുവരെയും മോഹൻലാൽ സംഘപുത്രനായിരുന്നു എന്നായിരുന്നു വിശേഷിപ്പിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ
കഥയെല്ലാം മാറി മറിഞ്ഞു. കുറച്ചു കാലങ്ങൾക്ക് മുൻപാണ് നവകേരള സദസ്സിന്റെ ഉദ്ഘാടന വേളയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും മോഹൻലാലും മമ്മൂട്ടിയും ശോഭനയും എല്ലാം ചേർന്നുകൊണ്ട് ഒരു സെൽഫി എടുത്തിട്ടുണ്ടായിരുന്നത്. ആ സെൽഫിയിൽ ശോഭന കേരളീയം പരിപാടിയിൽ പങ്കെടുത്തത് കൊണ്ട് തന്നെ ഗ്രൂപ്പ് സെൽഫിക്കുള്ളിൽ തന്നെ മമ്മൂട്ടിയെ ചേർന്ന് നിൽക്കുന്ന ഒരു ഫോട്ടോ ക്രോപ്പ് ചെയ്തെടുത്തുകൊണ്ടായിരുന്നു സംഘപരിവാർ ആദ്യം ശോഭനയ്ക്ക് നേരെ ആക്രമണം അഴിച്ചുവിട്ടത്. എന്നാൽ ദിവസങ്ങൾ മാത്രം കടന്നുപോയപ്പോൾ പിന്നീടാണ് തേക്കങ്കാട് മൈതാനത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വന്ന ചടങ്ങുണ്ടായത്. ആ ചടങ്ങിൽ ശോഭന പങ്കെടുത്തതും നരേന്ദ്രമോദിയെ അനുകൂലിച്ചുകൊണ്ട് ചില വാക്കുകൾ പറഞ്ഞപ്പോൾ ഈ കഥയെല്ലാം വീണ്ടും മാറി. ശോഭന വീണ്ടും വാഴ്ത്തപ്പെട്ടവളായി. ഇതുതന്നെയാണ് ഇപ്പോൾ സൈബർ ലോകത്ത് നടക്കുന്നതും. എപ്പോഴും നിലപാട് വ്യക്തമാക്കിക്കൊണ്ടെത്തുന്ന ഷൈൻ ടോം ചാക്കോ ഇന്നലെ മുതൽ എയറിലാണ്. എന്തുതന്നെയാണെങ്കിലും അവർ എപ്പോഴും വാക്കുകളും നിലപാടുകളും വ്യക്തമാക്കുന്നതായതുകൊണ്ട് അവരിതൊന്നും കാര്യമാക്കുന്നില്ല എന്നുള്ളതാണ്. എന്തുതന്നെയാണെങ്കിലും ഇപ്പോൾ സിനിമാ ലോകത്തെ രണ്ട് ചേരികളായി തിരിച്ചിരിക്കുകയാണ് സൈബർ ലോകം. സൈബർ സംഘപരിവാറിന്റെ ലോകം. അത് ചേരിതിരിഞ്ഞ് ആക്രമണവും തുടങ്ങിയിട്ടുണ്ട്. അത്തരത്തിലുള്ള ചേരിതിരിഞ്ഞുള്ള ആക്രമണം നടത്തി തുടങ്ങിയപ്പോൾ അതിൽ ഏറ്റവും അധികം ഉയർന്നു കേട്ട വാക്കാണ് സംഘി ഫെമിനിസ്റ്റ്. സംഘി ഫെമിനിസ്റ്റ് എന്ന് വിളിച്ചത് സംഘപരിവാറല്ല, മറിച്ച് സംഘപരിവാറിനോട് എതിർപ്പുള്ള ആളുകളാണ്. അതായത് രേവതിക്ക് നേരെയുള്ള സൈബർ ആക്രമണമാണ്, സംഘപരിവാറിനെ സപ്പോർട്ട് ചെയ്തതുകൊണ്ട് രേവതിക്കെതിരെ വന്നിട്ടുള്ള സൈബർ ആക്രമണമാണ് മറ്റിടത്ത് നിന്ന് വന്നത്. അവരാണ് ഇത്തരത്തിലുള്ള ഒരു വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്, സംഘി ഫെമിനിസ്റ്റ് എന്ന്. എന്തായാലും 2024 BJPയുടെ പുതിയ തെരഞ്ഞെടുപ്പ് തന്ത്രമായിട്ടുണ്ടായിരുന്ന ശ്രീരാമ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിനോട് അനുബന്ധിച്ച് എന്തായാലും വലിയ തരത്തിലുള്ള വിവാദങ്ങൾ ഇപ്പോഴും കെട്ടടങ്ങാതെ തുടർക്കഥയായി തന്നെ തുടരുകയാണ്.